വികേന്ദ്രീകൃത ആസൂത്രണത്തിനുള്ള സംസ്ഥാനതല കോർഡിനേഷൻ സമിതിയുടെ കണക്കുകൾ പ്രകാരം മുനിസിപ്പാലിറ്റികളിൽ പദ്ധതി വിഹിതത്തിൻ്റെ 40% മാത്രമാണ് ഇതുവരെ ചെലവഴിച്ചത്. 5 കോർപ്പറേഷനുകളിലാവട്ടെ ഇത് 35%. ഗ്രാമപഞ്ചായത്തുകളിൽ പദ്ധതി വിഹിതത്തിൻ്റെ വിനിയോഗം 61% ആയിരിക്കെയാണ് നഗരസഭകളിലെ ഈ കുറവ്. പദ്ധതി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് ഓർഡറൊക്കെ വരുന്നത് വളരെ വൈകിട്ട് പല പ്രാവശ്യങ്ങളായിട്ടാണ്. അത് നേരത്തെ തരാവുന്നതാണ്, പക്ഷേ നവംബറിലാണ് ഏറ്റവും ഒടുവിൽ ഞങ്ങൾക്ക് അതിൻ്റെ ഓർഡേഴ്സൊക്കെ വരുന്നത്. ബഡ്ജറ്റിൻ്റെ സമയം കൂടിയാണത്. അപ്പോൾ ഈ ജാനുവരിയിൽ പോലും എഞ്ചിനീയറിംഗ് വിങ്ങിലെ ചില സ്റ്റാഫിനെയൊക്കെ മാറ്റിയിട്ടുണ്ട്, പകരം ആളെ തരാത്ത അവസ്ഥ. പദ്ധതി നടത്തിപ്പ് അവലോകനം ചെയ്യാനായി നഗരകാര്യ ഡയറക്ടർ നഗരസഭാ സെക്രട്ടറിമാരുടെ യോഗം ബുധനാഴ്ച വിളിച്ചിട്ടുണ്ട്. ധൃതിയിൽ പണം ചെലവാക്കി പദ്ധതി വിഹിതത്തിൻ്റെ വിനിയോഗം കൂട്ടാൻ സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകാനാണ് യോഗം. പദ്ധതി നടത്തിപ്പിൻ്റെ തിരക്കുള്ള മാർച്ച് മാസത്തിൽ അവലോകന യോഗം ചേരുന്നത് അസാധാരണമാണ്. സാമ്പത്തിക വർഷം അവസാനിക്കാൻ 19 ദിവസം മാത്രം ശേഷിക്കെ തിരക്കിട്ട് പണം ചെലവഴിക്കുന്നത് വ്യാപക ക്രമക്കേടുകൾക്ക് കാരണമാകും. സംസ്ഥാന സർക്കാരും ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളും UDF ഭരിക്കുന്ന സാഹചര്യത്തിൽ പദ്ധതി വിനിയോഗം കുറഞ്ഞത് തെരഞ്ഞെടുപ്പിലും ചർച്ചയാകും. അശാസ്ത്രീയ ഉത്തരവുകളും ജീവനക്കാരുടെ കുറവും പദ്ധതി പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പെടുത്ത സാഹചര്യത്തിൽ വീഴ്ച മറച്ചുവെക്കാനുള്ള പരിശ്രമത്തിലാണ് സംസ്ഥാന നഗരവികസന വകുപ്പ്. MK ഷുക്കൂർ, മീഡിയ 1, കോഴിക്കോട്.